വീറ്റോ റൗണ്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് കേട്ടോ കടുക്ക ബസാറിലെ ഹോട്ടൽ കോർണർ. കടുക്ക ഫ്രൈ കഴിക്കാൻ വന്നാട്ടോ. എന്തായാലും നമുക്ക് അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പോയി കാണാം. അങ്ങനെ കടുക്ക എത്തിട്ടോ. ഒരു പീസ് പുട്ടും ചെറുത്, ഷീറ്റും സെയിമെല്ലാം ഓർഡർ ചെയ്തിരിക്കണേ. ഷീറ്റ് എങ്ങനെയുണ്ട്? കഴിക്കുമ്പോഴേ പിന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. കടുക്കല്ലേ? കടുക്കൻ്റെ ചോയ ഉണ്ടല്ലേ? എന്താ കായൊക്കെ ഇട്ടിക്കണല്ലേ? പൊറാട്ട ഉണ്ടല്ലേ? അങ്ങനെ രണ്ടാമത് പൊറോട്ട പറഞ്ഞിട്ടോ. പൊറോട്ടയും പറഞ്ഞ് അടുത്ത കുറച്ച് കല്ലുമ്മക്കായി പിന്നെയും പറഞ്ഞു. ഇനി പൊറോട്ട കഴിക്കട്ടെ കേട്ടോ. ഷീത്ത് ഒരു പത്തിരി പറഞ്ഞ്. എങ്ങനെയുണ്ട് ഷീത്ത് പത്തിരി? ഉറപ്പാ എണ്ണയിൽ മുക്കി പൊരിക്കണല്ലേ? കല്ലുമ്മക്കായ ഇത് രണ്ടാമത് പറഞ്ഞ കേട്ടോ. ഒന്നുകൂടെ ഇരിക്കണ്ട്. ഇപ്പൊ കഴിക്കട്ടെ ഞങ്ങള്. അതെന്താ കടുക്കല്ലേ? ഇത് കടുക്കാണ്. അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ്. കഴിഞ്ഞാണ് ഇനി ഉണ്ടാക്കാനുള്ളതാണ്. അവിടെ ഉള്ളതുണ്ട്. കടുക്ക ഉണ്ടാവും, ബീഫ് ഉണ്ടാവും, മീന്. അതെന്താ അതിലെന്താ? ഇതില് ബീഫ്. ഇത് ബീഫാണ്. പിന്നെന്താ? മീനോ? പിന്നെ മീൻ അയില. അവിടെ മുമ്പിലുള്ളത് ഈ 3 ഐറ്റം അതുണ്ടോ. പിന്നെ അതങ്ങനെ കടുക്ക ഉണ്ടാക്കാനുള്ളതാണ് ഇനി കൊണ്ടുവച്ചത്. ഇതിപ്പോ ഉണ്ടാക്കാനുള്ളതാണ്. വലിയ കടുക്കാൻ കൂട്ടിയില്ല. പഴയ കാലത്തുള്ള വില തന്നെയാണ് 100 രൂപ. നമ്മളൊരു 4:50-5 മണിക്ക് ഓപ്പൺ ആക്കും. വൈകുന്നേരം ഒരു 4 മണി. ഇത് ഉഷാറാണ്. നമ്മുടെ നാട്ടിൽ തടുക്കാണ്. നമ്മൾ തീരുന്നതിന് എങ്ങനെ ഉണ്ടാക്കിയേക്കാം. രാവിലെ പുലർച്ചയ്ക്ക് 4 എമ്പ് ഉണ്ടാക്കി വെക്കും. ഇതൊക്കെ കടക്ക ഉണ്ടാക്കി വെച്ചാണ്. അതെ ഇത് അതേമാതിരി ഉണ്ടാക്കി വെച്ചാണ്. ഇത് എന്താ വിറക്, ഗ്യാസ് അല്ല. അതിന്റെ വ്യത്യാസം കാണും. പിന്നെ ചെമ്പിലാണ് ഉണ്ടാക്കണത്. അപ്പൊ ഗ്യാസിന്റെ പരിപാടി ഇല്ല. അത് പൊറാട്ടാണ്. ഉണ്ടാക്കി കഴിഞ്ഞ് പൊറാട്ടന്റെ ഒക്കെ ഉണ്ടാക്കി അത് കിട്ടും. പിന്നെ പുട്ട്. അതേപോലെ അത് രാവിലെ വന്നാൽ പൊരിച്ചോത്തിരി ഉണ്ടാവും. പുട്ട് വെള്ളപ്പം ഉണ്ടാക്കിയതാണ്. ഇപ്പം ഉണ്ടാക്കിയതാണ്. ഉച്ചക്ക് ആവശ്യക്കാരുണ്ടാവും പുട്ടിനും ഇതിനൊക്കെ. ചോറില്ലാത്തോണ്ട് ഓരോ ദിവസം ഓരോ മീനാണ്. ഇന്നലെ ഏട്ടായിരുന്നു. അയില ഇത് 40 രൂപ. വിലക്കനുസരിച്ചുള്ള മീനാണ് വെക്കുക. അല്ലല്ല മീനനുസരിച്ചുള്ള. കടിക്കും ബീഫും ഡെയിലി 100 രൂപ. കടിക്കും ബീഫ്. പിന്നെ പച്ചക്കറി ഉണ്ടാവും. 2 പുട്ട്, ഒരു പൊറാട്ട, 2 പൊട്ടിന്റെ കടുക്കന്റെ പൈസ എടുക്കാം. മറ്റേ ആയിക്കോട്ടെ. അപ്പം ഈ കടുക്ക പിടിക്കണ സ്ഥലം എവിടെയാണെന്നുള്ളത് മൂപ്പരോട് ചോദിച്ചപ്പോൾ മൂപ്പര് വൈക്ക് കൂടി പോയാൽ മതിയായിരുന്നു. അവിടെ നിർത്തിക്കോ. അപ്പോൾ അതൊന്ന് പോയേക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ പോവാണ്. അപ്പോൾ കടുക്ക പിടിക്കണ സ്ഥലം ഈ ഏരിയയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാൻ വേണ്ടി ഇങ്ങനെ പോയേക്കാം കേട്ടോ. അതായത് കടലിൻ്റെ സൈഡ്. ആ സൈഡിലേക്ക് ഇറങ്ങാം.
ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ബോട്ടിൻ്റെ ആൾക്കാർ കുറേ ഉണ്ട്. ഇത് ലാസ്റ്റ് നിങ്ങൾ കൊണ്ടുപോകല്ലേ? പെരി കൊണ്ടുപോകല്ല? കറി വെക്കാല്ലേ? അത് ശരി. നിങ്ങൾ വെറും കല്ലുമ്മക്കായ് മാത്രം എടുക്കാൻ പോണ ടീം, മീനൊന്നുമില്ല? അല്ല, കല്ലുമ്മക്കായ് മാത്രല്ലേ? പെരുന്നവണ്ണ എത്ര ഉണ്ട്? എന്താ വേട്ടെ? ആ ചൂണ്ടമ്മ കൊടുത്തേക്കല്ലേ? പിന്നെ നമ്മൾ മലപ്പുറക്കാരെ എവിടെ കണ്ടാലും ഹെൽപ്പ് ചെയ്യും. മതിയോ? എത്ര അടിച്ച് കിട്ടിയോ? ആ അത്യാവശ്യം വലിപ്പമുണ്ടല്ലോ അമൂറ്. അത് തൂക്കി കൊടുക്കാനാ? നല്ല ഫ്രഷ് അമൂറ് ഇപ്പോൾ ബോട്ടിൽ നിന്ന് കയറ്റിയിട്ടുള്ളൂ. ജീവണ്ടല്ലേ? എത്ര കിലോ ഉണ്ടാവും ഇത്? കല്ലുമ്മക്കായ എങ്ങനെ ലോഡ് ചെയ്ത് വരുന്നതാ? ഫ്രഷ് സാധനം ലൈവായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അത് വേറെ എടുക്കാം നമുക്ക്. ഫ്രഷ് കല്ലുമ്മക്കായിട്ടോ. ഇതൊക്കെ കടുക്കേട്ടോ, തൂക്കിയിട്ട് ചാക്കിൽ ഇങ്ങനെ ആക്കി ഓരോ പാർട്ടിക്കാർക്കില്ല സാധനങ്ങൾ. ഇവിടെ ഫുള്ള് പാക്കിങ് തരംതിരിക്കുന്നുണ്ട്. ഒറ്റക്ക് തന്നെയാണ്, ആരുമില്ല. പണ്ടാരിയൊക്കെ നമ്മൾ തന്നെ. ഇന്നത്തെ വരെ ആ ചേച്ചി ഭാര്യ ഉണ്ടാവുണ്ടോ ഒന്ന് സഹായിച്ചു തരാന്. ഭാര്യ വരും ഒന്ന് സഹായിക്കാൻ. ഇതൊരു 8 വർഷം, ഞാനൊരു 8 വർഷമായി. ഇത് പഴയ ഹോട്ടലാണിത്. ഇത് എന്തിച്ച് എങ്ങനെ വെക്കണം എന്ന് പറഞ്ഞാൽ ഇത് റോഡ് ഇത് വരുമ്പോ ഇത് പോവും. അതാണ് ഇങ്ങനെ വെക്കണം. അത് വരെ അന്നേരം ഞാൻ 8 വർഷം. ഇത് അല്ല, ഞാൻ ഇവിടെ ജോലിക്കുന്ന ആളിന് കുറെ മുമ്പേ, പിന്നെ ഇപ്പൊ സ്വന്തമായി. എന്റെ പേര് നാസർ. ഞാന് ഇത് തന്നെ, പിന്നെ ഒരു ഗൾഫിൽ പോയി, പിന്നെ ഇപ്പൊ നാട്ടിൽ കൂടിയിട്ട് ഇത്രയായി. ഇവിടെ തുടങ്ങിയത് അങ്ങനെ ഇതായി കാലി കൈ കിടന്നപ്പോ തുടങ്ങിയത്. എന്റെ വീട്ടിൽ പണിക്കാണ്ടപ്പോ അങ്ങോട്ട് പോകാം. പിന്നെ ആ ചേച്ചി ഉണ്ടാവും കുറച്ചു നേരം. ഇവിടെ തൊട്ടായിരുത്താം എടുക്കുന്നത്. ഈ നേരെ പോകുന്ന എടുക്കുന്നത് നമ്മളിത്. ഞാൻ 4 ടീമിന്റെ അടുത്ത് നിന്ന് കടക്ക് എടുക്കുന്നത് ഡെയിലി. വെള്ളിയാഴ്ച മാത്രം ഒരു 11:30 വരെ, പിന്നെ തുറക്കില്ല. മറ്റൊരു 3:30 വരെ എന്തായാലും ഉണ്ടാവും. 3:30 ഒരു 3:45 വരെ പുലർച്ചൊക്കെ തുടങ്ങിയിട്ട് ഇല്ല. ഇതിനാണ് ആള് വരാ. ഉച്ചക്ക് രാവിലെ 4:30 മണിക്ക് കൊടുക്കും. രാവിലെ ഒരു 4:45 4:50 ഓപ്പൺ ആക്കും. വൈകുന്നേരം 3:30 വരെ ഉണ്ടാവും. കടക്ക ബസാറാണ് പേര് വന്നേ. ആ കടക്ക ബസാറിൽ ഇല്ലെങ്കിൽ പോയില്ലേ 100 രൂപ കടക്കൊക്കെ നല്ല റേറ്റ്. ഞങ്ങൾക്ക് ചോദിച്ചാൽ തന്നെ അറിയാം. അപ്പം നമുക്ക് വില കൂട്ടിയിട്ടില്ല. നമ്മൾ ഒറ്റക്കാണ്, പണിക്കാരില്ല, ഒറ്റക്കാണല്ലോ. അതുകൊണ്ട് പിന്നെ അപ്പോൾ അതുകൊണ്ടുള്ള ഇതാണ്. മറ്റേ 2-3 പണിക്കാരും മറ്റുള്ളവരൊക്കെ ഉണ്ടാകുമ്പോൾ ഓൽക്കൊന്നും ഒക്കൂല. നമ്മൾ പിന്നെ ആരും ഇല്ല, ഒറ്റക്ക് തന്നെയാണ്. ചെറിയ വാടക എല്ലാം. എനിക്ക് 2 ആള്, മോളും മോനും. മോളെ കെട്ടിച്ച് ഇനി മോണ്ട്. ഇവിടെ പോവാം, സൈറ്റിൽ പോവാം. സൈറ്റിലായിട്ട് ഓർക്കൊന്നും നടക്കൂല. ഇവിടെ വരലുണ്ട്. ഞായറാഴ്ച നല്ല തിരക്കുണ്ടാവാം. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടാവാം. അപ്പൊ ഞായറാഴ്ച എടുക്കുന്നു. എല്ലാ മോനുണ്ടാവും. ഇവിടെ ചേച്ചി വീട്ടിന്റെ അയൽവാസിയാ. അത് കുറച്ച് കഴിഞ്ഞ് ഒരു 1:30-2:30 ആകുമ്പത്തിന് പോകും. ഇവിടേക്കൊന്ന് മുമ്പ് സഹായിക്കാൻ. ബാക്കിലേക്ക് ആരും ഇല്ല, ബാക്കിലേക്ക് ഞാൻ തന്നെ.
അപ്പോൾ തിരക്കുണ്ടാകുമ്പോൾ പിന്നെ അല്ല ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ സ്നേഹിതന്മാരുണ്ടാവും, സ്നേഹിതന്മാരുണ്ടാവും ഹെൽപ്പ് ചെയ്യാൻ. നമുക്ക് കുട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ട്, അതേമാതിരി വേറെ 1-2 ആളുണ്ട്. തിരക്കുണ്ടാകുമ്പോൾ പോലെ തന്നെ ക്യാഷിൽ റേറ്റൊക്കെ അവർക്ക് അറിയണതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ചായക്ക് 10, ചായക്ക് 10, കനത്തിന് 10, എല്ലാത്തിനും 10. പിന്നാമ്പുറം നാസർക്ക, മുന്നാമ്പുറം സുഹൃത്തുക്കളും മക്കളും ഭാര്യയൊക്കെ അതാണ്. പിന്നെ നാട്ടും പ്രദേശമല്ല, നമുക്ക് ഓവറായിട്ട് എടുക്കാൻ പറ്റൂലല്ലോ. എല്ലായിടത്തും റേറ്റ് കൂടി ഇവിടുത്തെ ജനങ്ങൾ നമ്മളെപ്പോലെ ആളുകൾ കണ്ടിട്ട് വരുന്ന അതാണ്ടാവാ. നാട്ടിലത്തെ സ്നേഹമാണ് മൂപ്പര് വിളമ്പുന്നത്. നാട്ടിലത്തെ എല്ലാം നമുക്ക് റേറ്റ് കൂട്ടി വെക്കണമെങ്കിൽ വെക്കുമല്ലോ. ഓരോ ചോദിച്ചൊക്കെ റേറ്റ് ഈ കിടക്കുന്നവർക്കൊക്കെ ഒന്നും കൊടുത്താൽ ഒക്കൂല. ഒരു ബന്ധം ഉണ്ടാവില്ല. അതാണ് ഓരോരുത്തർ. അതെല്ലാം ഇവിടെ ഒരു നമുക്ക് പുലർച്ചെ കൊണ്ടു തരും. പിന്നെ ഫ്രിഡ്ജിൽ വെക്കൂലേ കടക്ക, ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് മാറി. ചില കടക്ക നമ്മൾ വാങ്ങിയാലും കടക്കന്റെ ചോയ കിട്ടും. അതാണ് അപ്പോഴൊക്കെ തീരുന്നതിന് ഓരോട് പറയും. അപ്പൊ ആ ടൈമിൽ കൊണ്ടു തരും. അവര് മോശമാക്കൂലല്ലോ. അതാണ്. അല്ല ഒരു എന്തായാലും നമുക്ക് എടുത്ത് മാറ്റി വെക്കും. മിനിയാന്ന് വെള്ളിയാഴ്ച ആയിരുന്നു, അപ്പൊ ആരും പോവില്ല. അപ്പൊ ശനിയാഴ്ചന്റെ അന്നൊക്കെയുള്ള കടക്കൊക്കെ പോലും നമുക്ക് മാറ്റി. 1000-ന് മുകളിൽ കടക്കൊക്കെ വേണ്ടി വരും. 1000 എന്നല്ല, അതിനൊക്കെ കൂടുതലൊക്കെ പോകും. മെയിനായിട്ട് കടക്കാണ്. ഞായറാഴ്ചകളിൽ ഒന്നും കൂടി, ഞായറാഴ്ചനെക്കാട്ടും ഒന്നും കൂടി കൂടുതലുണ്ട്. ഞായറാഴ്ച അധികം ഫാമിലികളാണ്. നമുക്ക് മക്കളൊക്കെ ഒന്ന് കൂട്ടി തന്നെ ഞായറാഴ്ച ആണ് ഏറ്റവും കൂടുതൽ. ഇഷ്ടം പോലെ പുറത്തുനിന്ന്. പിന്നെ നമ്മളെ നാട്ടുകാരുണ്ട് കേട്ടോ, പുറത്തുനിന്ന് മാത്രമല്ല. ഈ സെറ്റപ്പ് നമ്മള് കടക്ക ബസാർ അന്വേഷിച്ച് ഈ കടക്കപ്പീടിയ വലിയൊരു അവിടെ മീൻ വിൽക്കണ മൂപ്പരാണ് കാണിച്ചത്. പക്ഷെ ഈ സെറ്റപ്പ് നമുക്ക് ഈ പഴയ സെറ്റപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്റ്റൈലാണ്. ആ വിറകും അതിന്റെ അതാണ് വിറക്, ചേരും ചേറ്റും വിറകാണ്. ഇതാണ് ഇപ്പൊ ഫാസ്റ്റ് ഫുഡ് ഹോട്ടലുകളാണല്ലോ കൂടുതലുള്ളത്. അതെ, ഒക്കെ ഗ്യാസ് മേലല്ലേ. നമ്മളതല്ല, തീരുമ്പോ ഉണ്ടാക്കും ചെയ്യും. ഇപ്പം തിന്നേണ്ടി ചൂടോട് കൂടിയുള്ള ആൾക്കാർക്ക് വരുന്നവർക്ക് വാങ്ങി ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച ഞങ്ങളിപ്പോ 2 വാങ്ങി. പുട്ടായാലും കുഴപ്പമില്ല, പത്തിരായാലും കുഴപ്പമില്ല. പൊറോട്ട അൻസാർക്ക് പൊറോട്ട എന്നത് അടിപൊളിയാണ്. നമ്മളൊക്കെ ഉണ്ടാക്കണ തീരുന്നതിനനുസരിച്ച്. പുട്ട് ഇനിയിപ്പോ അതിപ്പോ ഉണ്ടാക്കിയതാണ്. അതിന് മാക്സിമം ഒരു 3 നേരമല്ലേ ഉള്ളൂ, 3-3:30 വരെ. ഭക്ഷണം വേസ്റ്റ് ആവുന്നില്ല. ഇല്ല, ഒന്നുമില്ല, തികയാതെ വരില്ല. അതിൻ്റെ ഒരു ചാനലുകാർ വന്ന് എടുത്തു പോയിരുന്നു, ഇന്ത്യയിലേക്ക് വിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് ഷാവുലല്ല, ഇത് രാമനാട്ടുള്ളവര്. ഇത് രാമനാട്ടുള്ളവരാ. ഇത് രാമനാട്ടുള്ള. നമ്മള് രാവിലെ വന്നാൽ മൂപ്പര് ഭക്ഷണം ഉണ്ടാക്കണത് തയ്യാറാക്കണത് കാണാം. നമ്മള് ഉച്ചക്കായി എത്തിയത് കൊണ്ട്. ഇയാളറിയോ? നാസർക്കും ഹൈടെക് ഇൻസ്റ്റാഗ്രാമും എല്ലാം ഉണ്ട്. ആളിപ്പോ കാണിച്ചതാ. ഭയങ്കര ഫേമസ് ഉള്ള ആളാണ്.